എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് റൈസ് റെസിപ്പി സീരീസിലെ രണ്ടാമത്തെ റെസിപ്പിയാണ് ലെമൺ റൈസ്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസുമാണ്. ലെമൺ റൈസ് തയ്യാറാക്കാൻ വേണ്ടി ലെമൺ അല്ലെങ്കിൽ നാരങ്ങയാണ് എടുക്കേണ്ടത്. മുതിർന്ന ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന അളവിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 2 പേർക്ക് ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാൻ പറ്റുന്ന അത്ര അളവിനുള്ള റൈസാണ് തയ്യാറാക്കുന്നത്. വേവിച്ച് എടുത്തിട്ടുള്ള 2 കപ്പ് റൈസാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ലെമൺ റൈസ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ജിഞ്ചലി ഓയിൽ അല്ലെങ്കിൽ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ 1 ടേബിൾ സ്പൂൺ കടുക് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പീസ് പരിപ്പോ സാധാരണ ഏത് പരിപ്പാണോ ഉള്ളത് അത് ചേർക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. 2 പച്ചമുളക് ചെറുതായി കീറിയത് ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വീതം കപ്പലണ്ടിയും കാഷ്യൂനട്ടും ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം ചൂടുണ്ടാവും. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. 1/2 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഈ സമയം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു സമയത്ത് മാത്രം നാരങ്ങ പിഴിഞ്ഞെടുക്കുക. ഇതിന് മുന്നേ പിഴിഞ്ഞ് വെച്ചാൽ നാരങ്ങയ്ക്ക് കയ്പ്പ് രസം ഉണ്ടാവും, അപ്പോൾ അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു സമയത്ത് നാരങ്ങ പിഴിഞ്ഞ നീര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് ചേർക്കുമ്പോൾ ഒന്നങ്ങ് തിളച്ച് വരുന്നത് പോലെ വരും. ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള റൈസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചധികം വെള്ളത്തിൽ വേവിച്ചെടുത്ത റൈസാണ്. ആവശ്യത്തിന് ഉപ്പ് റൈസിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ എക്സ്ട്രാ ഉപ്പ് ചേർക്കാത്തത്. റൈസ് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. വേവിച്ച് ഊറ്റിയെടുത്തിട്ടുള്ള റൈസാണ്. മുൻപേ ഉള്ള വീഡിയോയിൽ റൈസ് എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് കുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നല്ല ചൂടോടുകൂടി കഴിക്കുന്നതിനെക്കാട്ടിലും കുറച്ചൊന്ന് ആറിയതിന് ശേഷം കഴിക്കാൻ ലെമൺ റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ ലഞ്ച് ബോക്സിൽ കുട്ടികൾക്കൊക്കെ വെച്ച് കൊടുക്കാനും നല്ലതാണ്. ചെറിയൊരു പുളിപ്പ് മുന്തി നിൽക്കുന്ന ലെമൺ റൈസിന് കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പുളിപ്പ് കൂടുതലുള്ളതും കൊള്ളാം, അതല്ല പുളിപ്പ് കുറഞ്ഞ ലെമൺ റൈസസും വലിയ ടേസ്റ്റ് കുറവൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.